ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഡൽഹിയിലെത്തുന്ന ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടിലേക്കാണ്, അതായത് കുത്തബ് മിനാറിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഡൽഹിയിലെ മെഹ്റോളിയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിൻ്റെ പാർക്കിംഗ് എൻട്രി ഗേറ്റിലേക്ക് പോയി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്: ക്യാഷ് പേയ്മെൻറ്റ്, കാർഡ് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ്. ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 40 റുപ്പീസും കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 35 റുപ്പീസുമാണ്. അതുപോലെ ഓൺലൈൻ ബുക്കിങ്ങും നമുക്ക് ചെയ്യാനുള്ള QR കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. എടുക്കുന്നതിനിടയിൽ കുട്ടികൾ 2 പേരും കൂടി അവരുടേതായ ലോകം അവിടെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ചിരിയും കളികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അവിടുത്തെ ലോക്കൽ ഫുഡായ സേവ് പൂരി, ബേൽപൂരി, പാപ്പടി ചാട്ട്, മോമോസൊക്കെ കിട്ടുന്ന ഒരു കട കണ്ടു. അവിടുന്ന് സ്വീറ്റ് കോണൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളത് കഴിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലെ മുന്നോട്ട് പോകുമ്പോഴാണ് കുത്തബ് മിനാറിൻ്റെ എൻട്രി ഗേറ്റിൽ നമ്മളെടുത്ത ടിക്കറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മളെ മുന്നോട്ട് കയറ്റി വിടത്തുള്ളൂ. എൻട്രി ചെയ്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ വലത് സൈഡിലായിട്ട് കുത്തബ് മിനാറിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററികളും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കുത്തബ് മിനാർ എന്നത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ്. ഇത് ഇന്തോ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ഡൽഹിയിലെ മെഹ്റോളിയിലാണ്. ഡൽഹി സുൽത്താനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് 1199 ആദ്യ നില പണിതു. പിന്നീട് ഇസ്തുമിഷ് ബാക്കി 4 നിലകൾ പണി പൂർത്തിയാക്കി. ആദ്യ നിലയുടെ പണി നടക്കുമ്പോഴാണ് കുത്തബുദ്ദീൻ ഐബക്കിന് ഒരു ആക്സിഡൻറ്റ് മൂലം മരണം സംഭവിച്ചത്. 72.5 മീറ്റർ ഉയരവും 399 പടികളുമുണ്ട് ഈ മിനാറിന്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒന്നാണ് കുത്തബ് മിനാർ. സുൽത്താൻ ഇസ്തുമിഷ് 1229 മറ്റു 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുത്തബുദ്ദീൻ ഈ ഗോപുരം നിർമ്മിച്ചത്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അലൈ ദർവാസ, ഇമാം ജമീൻ തോം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഡയറക്ഷനൊക്കെ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്.
കുത്തബ് മീനാറിനൊപ്പം ഉണ്ടായിരുന്ന കുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്ക് വശത്തു നിന്നും പ്രവേശിക്കുന്നതിനായിട്ട് പണിത കവാടമാണ് അലൈ ദർവാസ. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. 1311 ഖിൽജി ഇത് പണിതത്. മോസ്കിനൊപ്പം ഖിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലൈ മിനാർ പണി പൂർത്തിയായില്ല. നിരവധി ചിത്രപ്പണികളാലും കൊത്തുപണികളാലും നിറഞ്ഞതാണ് ഈ അലൈ ദർവാജ. വളരെ മനോഹരമായിട്ടാണ് കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത്. ആയിരത്തി 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25ഓളം ആളുകൾ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് ഇവിടെ മിനാറിന് മുകളിൽ നിന്ന് ചാടി പലരും ജീവൻ ഒടുക്കിയിട്ടുമുണ്ട്. അലൈ ദർവാജയ്ക്ക് പുറത്തായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ സൈഡിലായിട്ട് പച്ച പുല്ലുകൾ കൊണ്ട് നിറഞ്ഞ കുറേ സ്ഥലമുണ്ട്. ഈവനിങ് ടൈമാണ് നമ്മളവിടെ എത്തിയതെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. നിരവധി യുദ്ധങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കൂടെ കടന്നു പോയിട്ടുണ്ട് കുത്തബ് മിനാർ. അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ കാണാം. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പലയിടത്തും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിൻ്റെനൻസും ഒക്കെ നടക്കുന്നുണ്ട്. കുത്തബ് മിനാറിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായി ഇപ്പോഴും ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. കുത്തബ് മിനാർ കാണാൻ എപ്പോൾ പോയാലും അവിടെ ടൂറിസ്റ്റുകളെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചൂട് സമയമായാലും തണുപ്പ് സമയമായാലും എപ്പോഴും അവിടെ ടൂറിസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അത്ര മനോഹരമായ ഒരു നിർമ്മിതിയാണിത്. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാറിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. – 1600 വർഷമായിട്ട് തുരുമ്പ് പിടിക്കാത്തൊരു അയറൻ പില്ലറാണ് ഇവിടെ കാണുന്നത്.
AD 5-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പണി കഴിപ്പിച്ച ഇരുമ്പ് തൂണാണ് ഇതെന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് 6 ടണ്ണാണെന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു ദേവാലയങ്ങളുടെ മാതൃകയിലാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. കുവത്തുൽ ഇസ്ലാം മോസ്കിനെ ഗ്രേറ്റ് മോസ്ക് ഓഫ് ഡൽഹി ആൻഡ് കുത്തബ് മോസ്ക് എന്നും അറിയപ്പെടുന്നു. 1193 കുത്തബുദ്ദീൻ ഐബക്ക് ആണ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചത്. കുത്തബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ 2 നിലകൾ ഒഴികെ മറ്റ് നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് വെണ്ണക്കല്ലുകൊണ്ടാണ് തീർത്തിട്ടുള്ളത്. ഇവിടെയാണ് അറബി വാചകങ്ങൾ ചുമരിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഏറ്റവും മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് കുത്തബ് മിനാറിൻ്റെ സൈഡിലൂടെ കടന്നു പോകുന്ന എയറോപ്ലെയിൻ. എയർപോർട്ട് അടുത്തായതുകൊണ്ട് മിക്ക സമയങ്ങളിലും ഇങ്ങനെ കടന്നു പോകുന്ന എയറോപ്ലെയിൻ നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. അവിടെ ഇവിടെയായി നമുക്ക് ശവകുടീരങ്ങളും കാണാൻ കഴിയുന്നുണ്ട്, പലരുടേതായിട്ടുള്ളത്. ഇവിടെയാണ് പണി പൂർത്തീകരിക്കാത്ത അലൈ മിനാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ ഒരു കിണറാണ്. അതിനെ വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്താണ് കാത്തു സൂക്ഷിക്കുന്നത്. കുത്തബ് മിനാറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് നീങ്ങുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കകത്ത് കാണാൻ കഴിയുന്നത്. മിനാറും മിനാറിന് ചുറ്റുമുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. രാത്രികാലങ്ങളിൽ കുത്തബ് മിനാറിന് ചുറ്റും ലൈറ്റുകളാൽ പ്രകാശപൂരിതമാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്.
ഇവിടെയാണ് എക്സിറ്റ് ഗേറ്റ്. ഇവിടെ നമ്മൾ എടുത്ത ആ ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വെളിയിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് എടുത്ത ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കുക. കുത്തബ് മിനാറിനെ കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.